നമസ്കാരം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ മറിമായം ടീമിൻ്റെ സിനിമ വരുന്നുണ്ട്, പഞ്ചായത്ത് ജെട്ടി. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷൻ പരിപാടികളൊക്കെ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് വേറൊരു സന്തോഷം എന്താ വെച്ചാൽ, ഞാൻ സത്യത്തിൽ ഓണത്തിന് വേണ്ടിയിട്ടാണ് മറിമായം ടീമിന് എല്ലാവർക്കും ഒരുപോലെ ഒരു ഷർട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. അപ്പോൾ മണിയേട്ടനാണ് പറഞ്ഞത് എങ്കിൽ പിന്നെ നമുക്ക് സിനിമയുടെ പ്രൊമോഷന് അത് ഇട്ടാലോ, എല്ലാവരും ഒരുപോലെ ഷർട്ടൊക്കെ ഇട്ടിരിക്കാം എന്നുള്ളൊരു ഇത് വന്നത്. അപ്പോൾ അതാണ് പരിപാടി. ആദ്യം തന്നെ എൻ്റെ ഉടുപ്പ് ഞാൻ കാണിക്കട്ടെ കേട്ടോ. ഇതാണ് എൻ്റെ ടോപ്പ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു ഫ്ലെയർ സ്കേർട്ടാണ് ഞാൻ ഇടുന്നത്. അതിൽ ഇതാണ് നമ്മുടെ ഓസ്കി ഡിസൈൻസ് ചെയ്തിട്ടുള്ള സ്റ്റിക്കർ എന്ന് പറയുന്നത്. മറിമായം ആയതുകൊണ്ട് തന്നെ മഴവിൽ മനോരമയെ ഞങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. ഒരു മഴവില്ലിൻ്റെ കളറുള്ള എന്തെങ്കിലും വേണം എന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഡിസൈനിലേക്ക് എത്തിയിട്ടുള്ളത്. ഇത് ആക്ച്വലി നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കും. അതായത് ഏത് ടീമിന് വേണ്ടിയിട്ടാണെങ്കിലും, ഇപ്പോൾ പല സംഘടനകളുണ്ടാവും, അതല്ലെങ്കിൽ ഇന്ന ഒരു ഡിസൈൻ വേണം എന്ന ആഗ്രഹമുള്ള ഫാമിലി ഉണ്ടാവും. അവർക്കൊക്കെ ഒരുപോലെ വേണമെങ്കിൽ നമ്മൾ ഈ രീതിയിൽ ഓസ്കി ഡിസൈൻസിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മറിമായം ടീമിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ്. ഇതേ സംഗതി തന്നെയാണ് എൻ്റെ ചേട്ടന്മാരുടെയൊക്കെ ഷർട്ടിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരെണ്ണം ഞാനൊന്ന് കാണിക്കാം കേട്ടോ. ഇതിപ്പോൾ അവർക്ക് ഇടാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. ഏത് സൈസ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അതുപോലെ ഇതിപ്പോൾ ഞാൻ വൈറ്റ് കളറാണ് ഞാൻ ചൂസ് ചെയ്തത്. ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക്, ഏത് ഡിസൈൻ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഈ ഫ്ലവർ വരുന്നത്. കണ്ട, ഇതാണ് ഒരു മഴവിൽ കളറിലുള്ള ഞങ്ങളുടെ ഫ്ലവർ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഏത് ഡിസൈൻ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് സെറ്റ് സാരിയിൽ ചെയ്യുന്നുണ്ട്, സെറ്റ് മുണ്ടിൽ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇതുപോലെ ഷർട്ട്, ഇനി ഇതിന് മാച്ചായിട്ട് തന്നെ നമുക്ക് മുണ്ടിലും ഈ സ്റ്റിക്കേഴ്സ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ഞങ്ങൾ ചെയ്ത് വെച്ചതുണ്ട്. അതും ഉടനെ തന്നെ അതിൻ്റെ ഫോട്ടോയും വീഡിയോസും ഒക്കെ നമ്മൾ വിടും. ഇതിപ്പോൾ ആക്ച്വലി ഓണത്തിന് വേണ്ടി ചെയ്തതാണെങ്കിലും ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഞങ്ങൾ ഇത് ഇടാണ്. ഇനിയിപ്പം ഇത് അവർക്ക് കൊടുക്കണം. എന്നിട്ട് അവർ ഇട്ടിട്ടുള്ള ഫൈനൽ ഔട്ട്ഫിറ്റൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം. സമ്മാനം കൊടുക്കാൻ വരികയാണ്. സമ്മാനവുമായിട്ട് എത്തിയിരിക്കുകയാണ്. വരും. ഇത്രയും പേരാണ് ഇവിടെ ഉള്ളത്, ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷൻ. അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട്, അതെ, അപ്പോൾ മണിയേട്ടാ, ഇന്ന് നമ്മുടെ സിനിമയുടെ ആദ്യത്തെ പ്രൊമോഷൻ ഐശ്വര്യമായിട്ട് നമ്മൾ തുടങ്ങുകയാണ്. എൻ്റെ ക്യാമറയിൽ നിന്ന് തന്നെയാണ് അത് ആദ്യം തുടങ്ങുന്നത്. ബാക്കി ക്യാമറക്കാർ വന്നിട്ടുണ്ട്, എന്നാലും നമ്മുടെ ക്യാമറയിൽ നിന്നാണ് തുടങ്ങുന്നത്. എല്ലാവരോടും നേരത്തെ വരാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ എന്താണ് നമ്മുടെ സിനിമ ഏറ്റവും എന്നാണ് റിലീസ് ചെയ്യുന്നത്? പറയും. രണ്ട് ഡയറക്ടർ പറയും. 26-ാം തീയതി നമ്മുടെ സിനിമ കേരളത്തിലും ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ റിലീസ് ചെയ്യാനായിട്ടില്ല. അപ്പൊ നിങ്ങളുടെയൊക്കെ ആഗ്രഹപ്രകാരമാണ് മറിമായം ടീമിലെ എല്ലാവരെയും വെച്ചിട്ട് നമ്മളൊരു സിനിമ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പൊ എല്ലാവരും കാണണം. കണ്ടിട്ട് കുടുംബസമേതം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ പറയണം. ഞങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ അനുഗ്രഹിക്കണം. വേറെ വലിയ വലിയ സിനിമയിലൊക്കെ അഭിനയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ആരും വിളിക്കാനായിട്ട് സ്വന്തമായിട്ടൊരു സിനിമയായിട്ട് ഇറങ്ങിയേക്കാണ്. അപ്പൊ ഞങ്ങൾ അനുഗ്രഹിക്കണം. നിങ്ങളെ വിശ്വസിച്ചിട്ട് മാത്രമാണിത്. ഇപ്പൊ ഷർട്ട് പോലും സ്നേഹം ഉണ്ടെന്ന് ഇട്ടിട്ട് നമ്മൾ പ്രമോഷന് വേണ്ടി പോകാൻ പോണത്. അപ്പം മറിമായത്തിനെ സ്നേഹിക്കണ എല്ലാവരും ഞങ്ങളെ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഇതിപ്പോ ഞാൻ നേരത്തെ അവരുടെ അടുത്ത് പറഞ്ഞിരുന്നു, എൻ്റെ ഓസ്കി ഡിസൈൻസിൽ നിന്നുള്ള എൻ്റെ ആദ്യത്തെ കസ്റ്റമൈസ്ഡ് ഷർട്ട് ഞാൻ ഇവിടെ ഉദ്ഘാടനം ചെയ്യാണ്. ഇന്ന് വരും, വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട്. ആദ്യം ഇത് വൈറ്റും വെള്ളം കൊണ്ടു കൊടുത്താലോ? ഉണ്ട്. യെസ്, മഴവില്ലിന്റെ കളറുള്ള, മഴവില്ലിന്റെ 40 ആണ്. ഒരു മിനിറ്റ്,
ഞാനൊന്ന് പറയട്ടെ. അപ്പോൾ ഇതാ മഴവില്ലിൻ്റെ കളറുകൾ നമുക്ക് മഴവിൽ മനോരമ മാറ്റി നിർത്താൻ പറ്റാത്തതുകൊണ്ട് മഴവില്ലിൻ്റെ കളറാണ് ഞാൻ അടിച്ചേക്കുന്നത്. അപ്പോൾ ഐശ്വര്യമായിട്ട് ഞാൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് എൻ്റെ കസ്റ്റമൈസ്ഡ് ഷർട്ട്സ്. കൊടുക്കാണ്ട് നിയാസക്കൊക്കെ ആദ്യം കൊടുക്കാം. താങ്ക് യു. ഇനി സലിമിക്കൊക്കെ വലിപ്പമുണ്ടെന്ന്. എന്തായാലും വളരെയധികം സന്തോഷം സ്നേഹയുടെ ഒരു ഗിഫ്റ്റിന്. അപ്പൊ സ്നേഹയുടെ ഉടുപ്പിട്ടിട്ട് നമ്മള് സിനിമ അറിയാൻ പോണേ. ഇനി ഇത് വിനോദേട്ടനോടെ വിനോദേട്ടന് മാത്രം ചെറിയ ഷർട്ട്. ഓക്കെ, അപ്പം ഞാൻ നേരത്തെ ഡ്രസ്സൊക്കെ കാണിച്ചു തന്നിരുന്നു. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഡ്രസ്സ് ചെയ്ത് നല്ല റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഹാളിൽ ഇൻ്റർവ്യൂവിന് റെഡി ആയിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അവരെ സെപ്പറേറ്റ് കാണിക്കാനൊന്നും പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് ഇൻ്റർവ്യൂവിൻ്റെ ഇടയിൽ കാണാം. എല്ലാവരും ഒരുപോലെ ഷർട്ടൊക്കെ ഇട്ട് നല്ല മിടുക്കന്മാരായിട്ട് അവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. കമോൺ. എൻ്റെ ഓസ്കി ഡിസൈൻസിൻ്റെ പുതിയ മെർച്ചൻഡൈസ് ആണ്. ഇവര് തന്നെ അറിയാതെ ഇവര് വിറ്റോണ്ടിരിക്കാനല്ലേ. അതുകൊണ്ട് അത് താങ്കൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. പേടിച്ചിട്ട് ഒരു ഫംഗ്ഷനും ചെല്ലാറില്ല. ഞാനാണെങ്കിൽ ഇവിടുന്ന് വെളുപ്പിനെ വണ്ടിയും ഓടിച്ചിട്ട് ഇങ്ങനെ പൊരി വിൽക്കാൻ വന്ന പോലെ ഇരിക്കുകയാണ് നായകൻ. അല്ല, ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ഈ സിനിമയിൽ ഉറപ്പായിട്ടും കാലിതൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാവുമല്ലോ. പക്ഷേ പുള്ളി ഇല്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ സിനിമയിലുണ്ട്, ഉറപ്പായിട്ടും ഉണ്ട്. ഞങ്ങൾക്ക് പുള്ളി ഇല്ലാതെ ഞങ്ങൾ പൂർണ്ണമാവില്ലല്ലോ. അപ്പം സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അദ്ദേഹത്തിനെ കാണാൻ പറ്റും. സിനിമയ്ക്ക് ഒരുപാട് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് കാലിക്ക. നമ്മൾ ഒരുമിച്ച് ഒരു സിനിമ ഉണ്ടാകും. മുമ്പരുടെ ഉള്ളൊരു കഥയുണ്ടായിരുന്നു. ആ കഥ ഞങ്ങളോടൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഇത് എൻ്റെ കഥയാണ്, ഇത് സിനിമയാക്കണം. എന്നിട്ട് മൂപ്പര് തന്നെ മലയാള സിനിമയിൽ ഒരു വമ്പൻ പ്രൊഡ്യൂസറെ പോയി കണ്ടിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ആ പ്രൊഡ്യൂസർ മരണശേഷം ആ കഥ ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെ കാലിക്ക് ഇങ്ങനെ ഒരു മോഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊന്നും സാധ്യമാക്കേണ്ട അയാൾ പോയി. ഇതിൻ്റെ നമ്മുടെ ഒരു വിശ്വാസം സിനിമ ആരുടെ അല്ല, ജനങ്ങളാണെങ്കിൽ നമ്മൾ ചെല്ലണോടത്തൊക്കെ നിങ്ങളെന്താ നിയാസ്ക പറഞ്ഞ പോലെ വരാത്തതെന്ന് ചോദിക്കണം. അപ്പം ജനങ്ങളെ മാത്രം വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ധൈര്യം കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവര് ജോലി ചെയ്ത് ക്ഷീണിച്ച് ഒന്ന് ഉല്ലസിക്കാൻ 150 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണവർക്ക് ഒരിക്കലും നിരാശ ഉണ്ടാവില്ല എന്നുള്ളൊരു ഉറപ്പ് ഞങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ അവർ സിനിമക്ക് വരാ, കാണുക, കണ്ടിഷ്ടപ്പെട്ടാൽ മറ്റുള്ളവരോട് പറയുക. ഇത് നിങ്ങളോട് ഈ പ്രേക്ഷകരോട് പറയാൻ കാര്യം, കഴിഞ്ഞൊരു 13 വർഷമായിട്ട് ഇവരുടെ സ്വീകരണ മുറിയിലും ഫോണിലും, അത് മഹാമാരി കൊറോണ വന്നപ്പോഴും വെള്ളപ്പൊക്കം വന്നപ്പോഴും ആളുകൾ വീട്ടിൽ അടച്ചിരുന്നപ്പോഴും ഇവരൊരു ചിരി ചിരിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് വിശ്വാസം. ആ 14 വർഷം അവരുടെ വീട്ടിൽ പോയി ചിരിപ്പിച്ച ഞങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ തിയേറ്ററിലോട്ടൊന്ന് ക്ഷണിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ സിനിമക്ക് വരണം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു 2 മണിക്കൂർ, ഒരു 2-2.25 മണിക്കൂർ വളരെ സുഖമായിട്ട് കുറച്ചൊക്കെ ചിരിച്ച് കാണാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ നമ്മൾ പറയുന്നുള്ളൂ. ഇതിന്റെ കൂടെ ഞാൻ പറയാണ്, സലിമൊക്കെ പറഞ്ഞു എന്നെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല എന്ന്. ഈ സിനിമ വിജയിച്ച് ആ ഒരു ഊർജത്തിൽ ഇവർ അടുത്ത സിനിമ ചെയ്തിട്ട് വേണം എനിക്കൊരു ഗംഭീര ക്യാരക്ടർ ഇവർക്ക് തരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ സിനിമ കണ്ട് എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം. ഓക്കെ, അപ്പോൾ ഞങ്ങളിതാ റെഡി ആയിട്ട് ഞങ്ങളുടെ സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ജൂലൈ 26-ന് ഞങ്ങളുടെ പഞ്ചായത്ത് ജെട്ടി എത്തുകയാണ്. അപ്പോൾ മണിയേട്ടാ പറയൂ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ ചെന്ന് നമ്മുടെ പഞ്ചായത്ത് ജെട്ടി എന്ന സിനിമ കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, വിജയിപ്പിക്കുക. ഓക്കെ, അപ്പോൾ വിനോദേട്ടനാണ് പോവാൻ ലേശം തിടുക്കളത്. വിനോദേട്ടനാണ് കൂട്ടത്തിൽ നന്നായി പാടുന്നത്. ഒറ്റ സാരില്ല, അത് ഞങ്ങൾ തയ്ക്കും. അല്ല, ഞാൻ പറയൂ ആദ്യം. അന്ന് പറയൂ. പഞ്ചായത്ത് ജെട്ടി മറിമായത്തിൻ്റെ സിനിമയാണ്. എല്ലാവരും ചിരിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്ക് മതിമറന്ന് ചിരിക്കാൻ ഉള്ളൊരു സിനിമയായിട്ട് മറിമായത്തിൻ്റെ ഈ പഞ്ചായത്ത് ജെട്ടി മാറും. രസകരമായൊരു ക്യാരക്ടർ ഞാനും ഈ സിനിമയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ, ഞങ്ങളെല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ് ഈ സിനിമ. അപ്പോൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് കുടുംബസമേതം അശ്ലീലങ്ങളില്ലാത്ത, ദ്വയാർത്ഥ പ്രയോഗങ്ങളില്ലാത്ത ഒരു മനോഹര സിനിമയായി കാണണം. എല്ലാവരും കാണണം, മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കണം. താങ്ക് യു. അതെ, ഇനി മണിയേട്ടനിലേക്ക്. ഒന്നുമില്ല, ഈ പറഞ്ഞ തന്നെ. അല്ല, മണിയുടെ സംവിധായകൻ എന്ന നിലയിൽ എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ. പറഞ്ഞ തന്നെ ആരും പറയുന്നില്ല. അപ്പൊ പഞ്ചായത്ത് ജെട്ടി 26-ന് റിലീസ് ചെയ്യാണ്. എല്ലാവരും തിയേറ്ററിൽ വരണം, കാണണം. ഇനി നിയാസ്ക.
ഇത് തന്നെ. അപ്പൊ 26-നാണ് റിലീസ്. എല്ലാവരും നിരന്തരം ചോദിക്കാറുണ്ടല്ലോ മറിമായൻ ടീമിന്റെ സിനിമ എപ്പോഴാണ്. ഇതാ 26-നാണ്. അപ്പോൾ എല്ലാവരും കുടുംബസമേതം വന്ന് തിയേറ്ററിൽ വന്ന് സിനിമ കണ്ട് വിജയിപ്പിക്കണം. വേറെ ഒന്നും പറയാനില്ല. ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അത്രേ. ഓക്കെ, ഇനി ഒരു സംവിധായകനും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ തന്നെ അപ്പോൾ എല്ലാവരും ജൂലൈ 26-ാം തീയതിയാണ് നമ്മുടെ സിനിമ. ഇത് ഞങ്ങളുടെ സിനിമയല്ല, ഇത് നമ്മുടെ സിനിമയാണ്. നിങ്ങൾ വേണം ഇതിനെ വിജയിപ്പിക്കാൻ. കുറേ നമുക്ക് അടുത്ത് പരിചയമുള്ള, നമുക്ക് നേരിട്ട് അറിയാവുന്ന കുറേ ജീവിതങ്ങൾ ഈ സിനിമയിലുണ്ട്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ടച്ചാകും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസമുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ തിയേറ്ററിൽ വന്ന് കാണണം. കണ്ടിഷ്ടപ്പെട്ടാൽ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും പറയണം. മറിമായം ടീമിനെയും പഞ്ചായത്ത് ചെട്ടിയെയും അനുഗ്രഹിക്കണം. നന്ദി, നമസ്കാരം. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് പുകഴ്ത്തി പറ എന്റെ ഷർട്ടും ഫ്ലവറും. ഈ ഞങ്ങൾ ഇട്ടിരിക്കുന്ന ഷർട്ടൊക്കെ ഓസ്കി ഡിസൈൻ സ്പോൺസർ ചെയ്തതാണ്. പിന്നെ ഈ പൂക്കള് ഇതുപോലത്തെ എന്ത് ഡിസൈൻ വേണമെങ്കിലും കസ്റ്റമൈസ് ചെയ്യുന്ന പറ. ഇങ്ങനത്തെ എന്ത് ഡിസൈൻസും ഏത് ഡ്രസ്സിലും ഏത് തരം പൂക്കളും ശലഭങ്ങളും എല്ലാം ഒരുക്കി തരും ഓസ്കി ഡിസൈൻസ്. അപ്പൊ ബന്ധപ്പെടുക ഓസ്കി ഡിസൈൻസ്. ഓക്കെ, ഒരാളും കൂടി വന്നു ചേർന്നിട്ടുണ്ട്. പൂക്കളുള്ള ഉടുപ്പിടാനുള്ള സമയം കിട്ടിയില്ല, ആള് വന്നിട്ടേ ഉള്ളൂ. അപ്പൊ രചന ചേച്ചി വന്ന പാടെ ഞങ്ങൾ വീഡിയോയിൽ പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ചേച്ചി പറയൂ നമ്മുടെ സിനിമയെ പറ്റി. അയ്യോ, നമ്മുടെ സിനിമ ഞാൻ ഒരുപാട് സ്നേഹത്തോടു കൂടി ഒരുപാട് ആഗ്രഹിച്ചിട്ട് ചെയ്തൊരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് കാലമായിട്ട് ഞാൻ മറിമായം ചെയ്യുന്നില്ല. അപ്പോൾ ടീമിൻ്റെ കൂടെ ഒത്തുചേരുക എന്ന് പറയുന്നത് തന്നെ എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അതും നമ്മുടെ മണികണ്ഠേട്ടനും സലിംക്കയും ഡയറക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതിലേറെ സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ ടീമിലെ എല്ലാവരും ആ സിനിമയിലുണ്ട് എന്നുള്ളത് വലിയ സന്തോഷം. എൻ്റെ ക്യാരക്ടറും അതിലേറെ സന്തോഷം. കാരണം ഇതുവരെ ഞാൻ ചെയ്ത പോലത്തെ ഒരു ക്യാരക്ടറല്ല. സാധാരണ മറിമായത്തിൽ തന്നെ എല്ലാവരും കണ്ടിട്ടുള്ളത് വളരെ എപ്പോഴും സ്മാർട്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടി പറയുന്ന ഒരാളായിട്ടാണ് എപ്പോഴും കണ്ടിട്ടുള്ളത്. അതെ, ഇതല്ല. എൻ്റെ ക്യാരക്ടർ ഒരു അഗ്രികൾച്ചറൽ ഓഫീസറായിട്ടാണ്. ഞാൻ സലീമേട്ടൻ്റെ നല്ലൊരു സുഹൃത്തായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നത്. അങ്ങനെ പിന്നെ നമ്മുടെ പടം വിജയിക്കാൻ വേണ്ടി തിരുപ്പതി പോയി തല കഴിച്ച് അങ്ങനെ ഒരു നേർച്ചയും കൂടി രചന ചെയ്തിട്ടുണ്ട്. അത് പറയാൻ പാടില്ല. അപ്പൊ അത് കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ജൂലൈ 26-ാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ടിട്ട് അതിന്റെ അഭിപ്രായങ്ങളും ഞങ്ങളുടെ എല്ലാവരുടെയും സോഷ്യൽ മീഡിയ പേജ് വഴിയൊക്കെ നിങ്ങൾക്ക് അറിയിക്കാം കേട്ടോ. എന്തുണ്ടെങ്കിലും നേരിട്ട് പറയാവുന്ന ആൾക്കാരാണ് നമ്മള്. അപ്പൊ എല്ലാരും കണ്ടിട്ട് എല്ലാവരോടും പറഞ്ഞ് കാണാത്തവരെയൊക്കെ നിർബന്ധിച്ച് കാണിപ്പിച്ചോ. അപ്പൊ ഓക്കെ, ടാറ്റാ.